അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രവർത്തനത്തിൽപ്പെട്ട ആരും അതേ സംബന്ധിച്ചുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഉന്നയിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഫൈസിയെ പോലെയുള്ള, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള, വാക്കോട് മൊയ്തുകുട്ടി ഫൈസിയെ പോലെയുള്ള ഒരുപാട് സമസ്തയുടെ നേതാക്കന്മാർ തന്നെ ഉൾക്കൊള്ളുന്നതാണ് SMFന്റെ സംസ്ഥാന പ്രവർത്തക സമിതി. സെക്രട്ടേറിയറ്റും ഉമർ ഫൈസി ഇതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അവരൊക്കെയുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവരാരും ഒരു യോഗത്തിൽ വന്നുകൊണ്ട് പോലും MT ഉസ്താദിനെ നിയമിച്ചത് ജിഫ്രി തങ്ങളെ മാറ്റിക്കൊണ്ടാണ് എന്ന ഒരു അപശബ്ദം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രക്രിയയുടെ വിപരീതമായ ഒരു ശബ്ദം പോലും, ഒരു അഭിപ്രായം പോലും ആരും എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ല. നാളിതുവരെ ഇല്ലാത്ത ഒരു അഭിപ്രായമാണ്. ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വന്നു കഴിഞ്ഞു. 1-2 ജില്ലകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിനെ മുഖത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അഭിപ്രായം ചിലർ പ്രകടിപ്പിക്കുന്നത്. അത് സത്യവിരുദ്ധമാണ്. ഒരിക്കലും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ അവഗണിച്ചുകൊണ്ട്, സമസ്ത നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. ഇത് സുതാര്യമായ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഇതിലൊരു ഒളി അജണ്ട ഇതിലില്ല. ചില സുഹൃത്തുക്കൾ പറയുന്നു, ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുക്കം അറിഞ്ഞുകൊണ്ടാണ്, ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ്, ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ്. വാസ്തവ വിരുദ്ധമാണത്. ഈ വിനീതൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറാണ്. ഞാൻ പോയിടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല. മാത്രമല്ല, ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്ന് ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടുമില്ല. മുക്കം ഉമർ ഫൈസിയോട് ഞാൻ ചോദിച്ചു, പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുള്ള ചില സുഹൃത്തുക്കൾ അവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, ഏത് ബോഡിയാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്തിയെന്ന് അറിഞ്ഞാൽ, ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തിന് വ്യതിചലിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറെ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം, കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇസ്തിഹാർത്ത് ചെയ്ത് അവർ ഇസ്തിഹാർത്ത് ചെയ്യുമല്ലോ. ഇങ്ങനത്തെ വലിയ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ അള്ളാഹുവിന് അവർക്ക് അനുമതി കിട്ടിയിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഈ ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും സംഘടനാ രംഗത്ത് ഒരു ഭിന്നത ആർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ജമിയത്തുൽ ഉലമ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ ഒറ്റക്കെട്ടായി SKSSF തെരഞ്ഞെടുപ്പ് നടന്നു. ഒറ്റക്കെട്ടായിട്ടാണ് ഭാരവാഹികൾ തെരഞ്ഞെടുത്തത്. SYS തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെ സംഭവിക്കും. അപവാദമായിട്ടുള്ളത് സുന്നി മഹല്ല് ഫെഡറേഷൻ മാത്രമാണ്. നമ്മുടെ ചില സഹപ്രവർത്തകർ ഇങ്ങനെയുള്ള പ്രതിയോഗികളുടെ കെണിയിൽ അകപ്പെട്ട് അതിൽ വലിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തി വെറും ചില പ്രത്യേകക്കാരായ ആളുകളുടെ മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. കാരണം അത് പുറത്ത് വന്ന് മീഡിയയിൽ നിരന്തരം അത്തരം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കൽ അനിവാര്യമാണെന്നതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം.
ശരിക്കും പറഞ്ഞാൽ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിച്ചത് മഹല്ലിൽ ദീനീ സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാഅത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും മഹല്ലിൽ ദീനീ പ്രവർത്തനം നടത്താനും സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്റെ ഭരണഘടനയിൽ കാണാം. അപ്പൊ ശരിക്കും ഒരു സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞാലേ അതൊരു കൂട്ടായ്മയാണ്. മഹല്ലിലെ ഉലമാക്കളും അതിലുണ്ടാകും, ഉമറാക്കൾ ഉണ്ടാകും, അവിടെയുള്ള എല്ലാ സംഘടനകളും, അവിടെ സംഘടന പ്രതിനിധികളുണ്ടാവും, മദ്രസന്റെ കമ്മിറ്റിന്റെ ആളുകളുണ്ടാവും. എല്ലാവരും കൂടി ഒരു കൂട്ടായ്മയാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ. എന്റെ ഭരണഘടന അങ്ങനെ പറയുന്നത്. സാധാരണ ഒരു വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ല. സാധാരണ SKS പറഞ്ഞാൽ വിദ്യാർത്ഥി വിഭാഗത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ്. സുന്നി യുവജന സംഘടന യുവാക്കൾ മാത്രം പ്രതിനിധീകരിക്കുന്നതാണ്. ജമുഅത്തുൽ മുഅല്ലിമീൻ എന്ന മുഅല്ലിങ്ങൾ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. ജമിയത്തുൽ ഉലമ എന്ന ആലിമീങ്ങൾക്ക് മാത്രമുള്ളതാണ്. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന അതിന്റെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊള്ളുന്നു. അതായത് മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാവും, മദ്രസ കമ്മിറ്റി പ്രതിനിധികൾ ഉണ്ടാവും, മദ്രസയിലെ ഉസ്താദ്മാരുടെ പ്രതിനിധികൾ ഉണ്ടാകും, അതുപോലെ ഖത്തീബ് ഉണ്ടാകും, മുദരിസ് ഉണ്ടാകും, ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രതിനിധി ഉണ്ടാകും, SKSന്റെ പ്രതിനിധി ഉണ്ടാകും, SYSന്റെ പ്രതിനിധി ഉണ്ടാകും, ജമിയത്തുൽ ഹുതബിന്റെ പ്രതിനിധി ഉണ്ടാകും, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധി ഉണ്ടാകും. ഒക്കെ കൂടാതെ ആ മഹല്ല് പഞ്ചായത്തിലെ 5 പ്രധാന ആലിമീങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പാടെ കൂടി ചേർന്നതാണ് ശരിക്കും സുന്നി മഹല്ല് ഫെഡറേഷൻ. എല്ലാവരും കൂടി, കാരണം മഹല്ല് അപ്പളല്ലേ മുന്നോട്ട് പോകാൻ സരളമായി മഹല്ല് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെറും ഖത്തീബ് വിചാരിച്ചാൽ നടക്കൂല, വെറും മുദരിസ് വിചാരിച്ചാൽ നടക്കൂല, വെറും കമ്മിറ്റി ഭാരവാഹികൾ വിചാരിച്ചാൽ നടക്കൂല. എല്ലാവരും കൂടിയാകുമ്പോഴാണ് ഈ ദീനീ പ്രവർത്തനം, പൊതുവായ പ്രവർത്തനം ആ മഹല്ലിൽ സുന്ദരമായി മുന്നോട്ട് പോവുക. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ വളരെ ആലോചിച്ചത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബോഡി സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ. എന്നാൽ ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത് സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. വെറും മഹല്ല് കമ്മിറ്റിക്കാർ മാത്രമുള്ള ഓരോരോ കമ്മിറ്റി, അത് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെല്ലാ വിഭാഗം ആളുകളെയും വെട്ടിമാറ്റി. മുദരിസുമാരെ വെട്ടിമാറ്റി, ഖത്തീബുമാരെ വെട്ടിമാറ്റി, മദ്രസ സദർ ഉസ്താദിനെ വെട്ടിമാറ്റി, പഞ്ചായത്തിലെ 5 ആലിമീങ്ങളെ വെട്ടിമാറ്റി, അതുപോലെ SYSനെ വെട്ടിമാറ്റി, SKSനെ വെട്ടിമാറ്റി, ജമിയത്തുൽ മുഅല്ലിമീനെ വെട്ടിമാറ്റി, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനെ വെട്ടിമാറ്റി, ജമിയത്തുൽ ഹുതബയെ വെട്ടിമാറ്റി, ഒക്കെ വെട്ടിമാറ്റിയിട്ട് വെറും മഹല്ല് കമ്മിറ്റി ഭാരവാഹിയുടെ കൂട്ടായ്മയാക്കി മാറ്റിയിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചില സുഹൃത്തുക്കൾ പറയുന്നു ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർ ഫൈസി മുക്കം അറിഞ്ഞുകൊണ്ടാണ്, ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ്, ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ്. വാസ്തവ വിരുദ്ധമാണത്. ഈ വിനീത സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറാണ്. ഞാൻ പോയിടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല. മാത്രമല്ല ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്ന് ഒക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് തന്നു. അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടുമില്ല. മുക്കം ഉമർ ഫൈസിയോട് ഞാൻ ചോദിച്ചു, പറഞ്ഞു അദ്ദേഹം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതുപോലെ സംസ്ഥാന കമ്മിറ്റിയുള്ള ചില സുഹൃത്തുക്കൾ അവരാരും അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, ഏത് ബോഡിയാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്തിയെന്ന് അറിഞ്ഞാൽ ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറെ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം, കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ. എത്ര ചെറിയൊരു മാറ്റമാണ് തിരക്കിടില്ല, അതും പറ്റൂല. അതൊക്കെ നിയമവിധേയമായിട്ട് ചെയ്യാൻ പറ്റൂ. ഇത് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭരണഘടന കാണിച്ചു തരാം. ഇതാണ് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ നിലവിലുള്ള ഭരണഘടന. ഈ ഭരണഘടന ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വകാല ഉസ്താദുമാർ തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടന, ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ നിലവിലുള്ള ഭരണഘടന ഇതാണ്. ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട്, പഞ്ചായത്തിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഘടകമാണല്ലോ, ആരൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ മഹലിൽ നിന്നും പള്ളി, ദർസ്, മദ്രസ, യതീംഖാന, അറബി കോളേജ്, ബോർഡിംഗ് മദ്രസ, സമസ്തയുടെ കീഴ് ഘടകങ്ങൾ, എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നുണ്ട്, കീഴ് ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ ഖാളി, ഖതീബ്, മുദരിസ്, മുഅല്ലിം തുടങ്ങിയ ദീനീ സേവകരിൽ നിന്ന് മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം. പുറത്ത് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും.
ഇത്രയും ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി. ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം. അതനുസരിച്ച് ആ മഹലിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളും. ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല, ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പാണ് 2022-25 കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനുവലാണ്. ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ. ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. 3 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകാതെ മെമ്പർഷിപ്പ് ഭരണഘടനയിൽ 4ാമത്തെ അനുച്ഛേദം സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗമെടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ ഒരു കാര്യം ചെയ്തു. നേരത്തെ ഭരണഘടന പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിയാണ് മഹല്ല് കമ്മിറ്റിന്ന്. അവിടെ ഒറ്റടിക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു. അതായത് സുന്നി മഹൽ ഫെഡറേഷൻ ചെയ്ത മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിയാണ് നേരത്തെ ജനറൽ ബോഡി ഭരണഘടനയിൽ ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി. കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ്, 3 വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, 3 ജോയിന്റ് സെക്രട്ടറി, ഖജാൻജി, 9 പേരുണ്ടാവും. അപ്പൊ നേരത്തെ 3 പേർ കമ്മിറ്റിയും ജനറൽ ബോഡിയിലുണ്ട്. അത് 9 ആക്കി ഉയർത്തി. ബോധപൂർവ്വ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സംഘടനകളൊന്നും വെട്ടിമാറ്റിയിരുന്നില്ല. ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി, പിന്നെ മഹല്ല് ഖത്തീബ് ഓർ മുദരിസിനാക്കി. ഏതെങ്കിലും ഒരാൾ. നേരത്തെ ഖത്തീബും മുദരിസും ജനറൽ ബോഡിയിലുണ്ട്. പിന്നെ ഇത് 2-ൽ ഒരാളാക്കി ചുരുക്കി. ഖത്തീബ്, മുദരിസ് 2-ൽ ഒരാൾ. പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശപ്രകാരം നടത്തിവരുന്ന ഉന്നത ദീനീ സ്ഥാപനങ്ങൾ പ്രതിനിധീകരിക്കുന്ന 2 പേർ. അപ്പൊ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിക്കോണമെന്നില്ല, ഇരിക്കട്ടെ. അടുത്തത് എഫ്, പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതന്മാർ. അത് നല്ല ശ്രദ്ധിക്കണ്ട. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന 5 പണ്ഡിതന്മാർ. ആ പഞ്ചായത്തിൽ താമസിക്കുന്ന 5 ആലിമികൾ. പിന്നെ ജി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളായ SYS, SKSSF, RJM, SKMMA, SCA, സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ, SKJQ എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ, ഓരോ പ്രതിനിധികൾ. ഇവരാണ് SMFന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ. ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ഈ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണല്ലോ. ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയോ? ഇല്ലല്ലോ. ജംഇയ്യത്തുൽ ഉലമ കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. SKSന് കിട്ടിയിട്ടുണ്ടോ? SYSന് കിട്ടിയിട്ടുണ്ടോ? എംപ്ലോയീസ് അസോസിയേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ജംഇയ്യത്തുൽ ഖുതബ കിട്ടിയിട്ടുണ്ടോ? കിട്ടൂല. കാരണം ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. 3 കൊല്ലം മുമ്പ് അത് നിലവിലുണ്ട്. അപ്പോൾ പോലും മാറ്റിയിട്ടില്ല. എന്നാൽ 3ാമതായി ഭരണഘടന അങ്ങനെ, 2022 മാനുവൽ അങ്ങനെ, 3ാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ്, 2025-28. ഈ മാനുവൽ മെമ്പർഷിപ്പ് കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലിൽ അവർ വരുത്തിയ ഭേദഗതി. മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം. ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത്. സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വമെടുത്ത മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ. ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിന്ന് 9 ആളുകൾ. നമുക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ എതിർപ്പിൽ അവർ വേണം. എല്ലാവരും കൂടിയാ നടത്തിക്കൊണ്ടു പോകേണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മിറ്റിക്കാർ വേണം. അവിടുത്തെ മുദരിസ് വേണം, അവിടുത്തെ ഖത്തീബ് വേണം, അവിടുത്തെ സദർ മുഅല്ലിം വേണം, അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം. അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. മഹല്ല് കമ്മിറ്റി അംഗത്വം കൂടട്ടെ, ഭാരവാഹിത്വം 9 ആളാകട്ടെ. പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി. പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊന്നും അധിക സ്ഥലത്തും ഉണ്ടാവില്ല. നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരത്തിലുള്ള 5 പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത്. അത് ശ്രദ്ധിങ്ങൾ. മഹല്ലിലെ 5 പണ്ഡിതന്മാർ, പഞ്ചായത്തിലെ 5 പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാലേ പഞ്ചായത്തിൽ നിന്ന് മുദരിസിനെ ഉൾക്കൊള്ളിക്കുക, ഖത്തീബിനെ ഉൾക്കൊള്ളിക്കുക, സദർ മാലിമിനെ ഉൾക്കൊള്ളിക്കുക, മദ്രസ മാലിമിനെ ഉഷാർ പ്രവർത്തകർ അവരെ ഉൾക്കൊള്ളിക്കുക, വേറെ നല്ല ഉസ്താദ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടോ നാട്ടിലുണ്ട്, അവരൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞതിൽ നിന്നും ആദ്യത്തെ 2022 പറഞ്ഞ മാനുവലിൽ നിന്നും വ്യത്യസ്തമായി അവിടെ പറഞ്ഞ പഞ്ചായത്തിലെ 5 ആലിമികൾ എന്നാ. ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്തൊരു ഉപാധി. എന്താ? പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ 5 പണ്ഡിതന്മാർ മഹല്ല് ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത്. അങ്ങനെ പറഞ്ഞ 5 പണ്ഡിതന്മാരെ കിട്ടാൻ പ്രയാസമാണ്. ഖത്തീബ് മുദരിസ് കൂളായിട്ട് വെട്ടം അല്ലെങ്കിൽ വെട്ട 5 മഹല്ല് സ്ഥിരതാമസക്കാരായ, വന്ന് താമസിക്കുന്നവരെ പറ്റിയുള്ള പ്രത്യേകം പറയുന്നുണ്ട്. സ്ഥിരതാമസക്കാരായ 5 പണ്ഡിതന്മാരാണ്. നമ്മുടെ പണ്ഡിതന്മാരുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ പുറത്തല്ല ജോലി ചെയ്യുക. ഒരു പഞ്ചായത്തിലെ പണ്ഡിതന്മാരൊക്കെ ആ പഞ്ചായത്തിനെയാണ് പ്രവർത്തി ജോലി ചെയ്യുക. പണ്ഡിതന്മാർ പള്ളികളിൽ, മദ്രസകളിൽ, മറ്റ് സ്ഥാപനങ്ങളിൽ ജോലിയെ പുറത്തായിരുന്നു. ആഴ്ചയിൽ വരും, ചിലക്കാർ 2 ആഴ്ചയിൽ വരും, ചിലർക്ക് മാസത്തിൽ വരും. ഇതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം.
സ്ഥിരതാമസക്കാരാകണം പറഞ്ഞാൽ ആ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അല്ല, ആ ആൾക്കാർക്കേ പറ്റൂ. പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കേ പറ്റൂ. സ്ഥിരതാമസക്കാരാവുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പുറത്തു പോകുന്ന ആളുകളെ പറ്റൂല. പുറത്തു പോകുന്ന ആളുകളെ പറ്റൂലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ ആരായിരിക്കും? ഇവിടുത്തെ ഖത്തീബ് മുദരിസിന് പറ്റൂല, ഇവിടെ സ്ഥിരതാമസക്കാരല്ല. പുറത്തു പോയി ജോലി ചെയ്യുന്ന ആൾ പറ്റൂല, അവരിവിടെ സ്ഥിരതാമസക്കാരല്ലേ, വന്നു പോകുന്ന ആൾക്കാരാ. സ്ഥിരതാമസക്കാർ തന്നെ ആരായിരിക്കും? പള്ളിയിൽ നിന്നൊക്കെ റിട്ടയറായി മദ്രസൊക്കെ നിർത്തി ജോലിക്കൊന്നും പോകാൻ പറ്റാതെ നാട്ടിൽ സ്വസ്ഥമായി ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലും കഴിയുന്ന വയസ്സായ ഉസ്താദുമാര്. അവരെ ഈ കമ്മിറ്റിക്ക് എടുത്ത കമ്മിറ്റിക്ക് വരാൻ കഴിയുമോ? അവർക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ? ജില്ലയ്ക്ക് പോകാൻ പറ്റുമോ? സ്റ്റേറ്റിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഫലത്തിൽ ആ പഞ്ചായത്തിലുള്ള 5 പണ്ഡിതർ പറഞ്ഞാൽ ആ ഭാഗം മാറ്റാനുള്ള തന്ത്രപരമായ പ്രയോഗമാണ് സ്ഥിരതാമസക്കാരായ പഞ്ചായത്തിൽ 5 പണ്ഡിതന്മാർ. അത് മാറ്റി ആ രീതിയിലാക്കി. പിന്നെ വേറെ ആർക്കും മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ ആകെ മെമ്പർഷിപ്പുള്ള ആർക്കാണ്? പുതിയ മാനുവലില് ഞാൻ വായിച്ചു, സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗത്വപ്പെടുത്ത മഹല്ല് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, അവർക്ക് മാത്രം മെമ്പർഷിപ്പ്. അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളെ പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ, മുദരിസിനെ വെട്ടിമാറ്റിയാൽ, ഖത്തീബിനെ വെട്ടിമാറ്റിയാൽ, സദർ മുഅല്ലിമിനെ വെട്ടിമാറ്റിയാൽ, പിന്നെ കമ്മിറ്റി ഭാരവാഹികൾ മാത്രം വെച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുന്നത്. സുന്നി മഹല്ല് ഫെഡറേഷൻ ആവില്ല, സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹല്ലിന്റെ കമ്മിറ്റിയിലെ ആലിമികൾ ഉണ്ടെങ്കിൽ അവർ ബൈ ചാൻസിൽ പെടും. മഹല്ല് കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലിമികൾ ഉണ്ടായിക്കോളുന്നില്ല. അപ്പൊ സ്വാഭാവികമായും അവർ വരില്ല. ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി എഴുതി വെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹല്ല് കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് മിനിമം ഭരണഘടനയൊക്കെ ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടനയാക്കി മാറ്റാണ് സുന്നി മഹല്ല് ഫെഡറേഷനെങ്കിൽ മിനിമം നമുക്കൊരു മേൽഘടകല്ലേ സമസ്ത കേന്ദ്ര മുഷാവറ. ആ മുഷാവറയോടെങ്കിലും ആലോചിക്കണ്ടേ? അതും ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ്. ആര് നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല. അവ വളരെ കൃത്യമായി പറഞ്ഞാൽ 2014 ഭരണഘടനയിൽ ജുമുഅത്ത് പള്ളിക്ക് പ്രതിനിധികളുണ്ട്, മദ്രസക്ക് പ്രതിനിധികളുണ്ട്, നിസ്കാര പള്ളിക്ക് പ്രതിനിധികളുണ്ട്, RJM പ്രതിനിധികളുണ്ട്, SKJQ പ്രതിനിധിയുണ്ട്, SYS പ്രതിനിധിയുണ്ട്, SKS പ്രതിനിധിയുണ്ട്, SKMക്ക് പ്രതിനിധിയുണ്ട്, SCAക്ക് പ്രതിനിധിയുണ്ട്. അതുപോലെ ഖത്തീബുമാർ, ഉലമാ മുദരിസുടെ ഖത്തീബുമാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യമുണ്ട്. അവരെ മുഴുവനും ഒഴിവാക്കിയിട്ട് 2025 വന്നപ്പോൾ പൂർണ്ണമായും ഒരു വിഭാഗത്തിന് മാത്രം കൗൺസിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇത് മറച്ചു വെക്കാൻ ആ നിലയിലാണ് ഇപ്പൊ കമ്മിറ്റി പഞ്ചായത്ത് തലം മുതൽ മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു. സംഘടനത്തിനും പരാതി കൊടുത്തിട്ടുണ്ട്, മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ആ മുഷാവറ ഇടപെട്ടു. പക്ഷെ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ സംഭവമല്ല, കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയൽ അനിവാര്യമാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട് സുന്നി മഹല്ല് ഫെഡറേഷന്. അത് സുന്നി മഹല്ല് ഫെഡറേഷൻ ആരും തിരഞ്ഞെടുക്കാം, സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സ്വാഭാവികം തെരഞ്ഞെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തെരഞ്ഞെടുക്കും. അപ്പൊ ഈ 2022 ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തെരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചത് 5 പേരാണ്. 2022 തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിംഗ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിലെ അംഗങ്ങൾ 5 പേര്. ഒന്ന് പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ, നവ്വറല്ലാഹു മർക്കദുഹ, മഹാത്മാവിനെ അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ സംഘടനാ സംവിധാനത്തിലുള്ള ഈ അസ്വാർശങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സാഹചര്യം സുന്നത്തി മാത്രം വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, മഹാനവർക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പ്രൊഫസർ കെ ആരിക്കുട്ടി മുസ്ലിയാർ, ഉസ്താദിന് സുഖമില്ല, അള്ളാഹു ആഫിയത്തും ഷിഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 MT അബ്ദുൽ മുസ്ലിയാർ, 5 ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, ചേലക്കാട് മുസ്ലിയാർ വഫാത്തായി അള്ളാഹു മൗഫറത്തും മർഹമത്തും കൊടുക്കട്ടെ. MT അബ്ദുൽ ഉസ്താദ് നമ്മുടെ ആദരണീയനായ നേതാവാണ്, അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ 5 പേരാണ് അന്ന്. അതിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടിമാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. വെട്ടിമാറ്റിയിട്ടില്ലാതെ വെട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാം, മാറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. അതിൽ ഏറ്റവും വലിയ ഖേദകരം മാറ്റിക്കോട്ടെ, എന്നാലും അതിന്റെ തൊട്ടടുത്തൊരു സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ? ജിഫ്രി തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷൻ, ശരിക്കും ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല, അനാദരവാണത്.
ഇനി മാറ്റുന്ന പറ്റ ആ സമിതിയിൽ പോലും തങ്ങളെ മെമ്പറാക്കിയിട്ടില്ല. പുതിയ സമിതി എന്ന് പറഞ്ഞാല് വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം. ഈ മാനുവൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമിതിയിൽ അംഗം പോലുമല്ല എന്നാണ് ഖേദകരം. ആ സമിതിയിൽ 2025 മാനുവൽ ഞാൻ പറഞ്ഞോ, ഇതില് ഈ സമിതിയിൽ 13 പേരുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ 25-ൽ ഇപ്പൊ നടക്കാൻ പോണ ഈ 16-ാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ 13 അംഗ സമിതി, അധികം ഇപ്പൊ കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ്. ഞാൻ വായിച്ചു കേൾപ്പിച്ചു. അതില് 1 ചെയർമാൻ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മാട്, ജോയിന്റ് കൺവീനർ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, PC ഇബ്രാഹിം ഹാജി വയനാട്, ബഷീർ കല്ലേപ്പാടം, VSC കുട്ടി ഹാജി, നാസർ വൈസി കൊടുത്തായി, ബദറുദ്ദീൻ അഞ്ചൽ, CT അബ്ദുൽ ഖാദർ. ഇവരാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത്. ചീഫ് റിട്ടേണിംഗ് ഓഫീസർ MT അബ്ദുൽ മുസ്ലിയാർ. ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ്യിദ് മുഹമ്മദ് ഇഫ്രീഖ് മൂത്തുക്കോയ തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ. ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റാണ് വിചാരിക്കുക. എന്നാൽ മുസ്തഷാർ റൈസ് പ്രധാന അഡ്വൈസർ എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹല്ലുകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തെരഞ്ഞെടുക്കുമ്പോ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ? എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്തും കൊടുക്കാതെ ഒഴിവാക്കുന്നത്? കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമാണ് തങ്ങളെ മാറ്റിയെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമില്ല. ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ്. നമുക്കൊക്കെ ആർക്കും കിട്ടും. എല്ലാ പഞ്ചായത്തിനും ഇതിന് കോപ്പിയുണ്ട്, തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ പൂർവികരൊക്കെ വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ്. പഞ്ചായത്തിൽ മേഖലാ കമ്മിറ്റി, പഞ്ചായത്തിൽ മേഖലാ കമ്മിറ്റിയാണ്. ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നാണ് മെമ്പർമാരെ കൊടുക്കുക. മേഖലാ കമ്മിറ്റി പ്രവർത്തക സമിതിയിലേക്ക് 3 പേരെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് 3 പേരെ എന്ത് ചെയ്യണം? മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെയാകണം. ആരാകാൻ പാടില്ല? മുദരിസുമാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വന്ന് വരാന്നല്ലാതെ അവിടുത്തെ ആലിമ്യങ്ങൾ ആരെങ്കിലും വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഈ പഞ്ചായത്തിന് തൊട്ട് മീതൊക്കെ ആർക്കേ പോകാൻ അർഹതയുള്ളൂ? കമ്മിറ്റി ഭാരവാഹികൾക്ക് അർഹതയുള്ളൂ. അത് മുഅല്ലിങ്ങൾക്ക് അർഹതയില്ല, മുദരിസുമാർക്ക് അർഹതയില്ല, ഖതീബുമാർക്ക് അർഹതയില്ല, മറ്റാലിമികൾക്ക് അർഹതയില്ല. കമ്മിറ്റി ഭാരവാഹികൾ ബൈ ചാൻസ് പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പെടും. ഇല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്ന 3 ആളുകൾ കമ്മിറ്റി ഭാരവാഹികൾ കണിശമാണ്. ഇങ്ങനെ ഭരണഘടനയിലില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനുവലില്ല. എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത്? മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം. ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിന്റെ മാനുവലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ്. പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹികൾ, മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ്. ഞാനത് നമ്മൾ പൂർവികർ തെരഞ്ഞെടുത്ത രീതി അതാ. പ്രസിഡന്റ് ഒരു ആലിമായിക്കോട്ടെ, ഒരു സയ്യിദ് ആയിക്കോട്ടെ, മറ്റേ ഖജാൻജി സെക്രട്ടറി ഇതാട്ടെ, ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. പക്ഷെ അതിന് ആലിമ്യങ്ങളെയും സാധാർത്ഥികളെയും മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റുമല്ലോ. ആ പരിപാടി ഭരണഘടന ഒഴിവാക്കി. അങ്ങനെ പ്രസിഡന്റ് ആലിമോ സയ്യിദോ ആകേണ്ട ആവശ്യമില്ല. ആ ഭാഗം വെട്ടിമാറ്റി. അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിന്റെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനുവലുണ്ടാക്കി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമിഅ മുഷാവറോടെങ്കിലും മാറി ഭരണങ്ങളിൽ മാറ്റം വരുമ്പോൾ തന്നെ ആലോചിക്കണം. ഇത് പ്രധാന കോടിയല്ലേ? ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും ഒരു പരാതിപ്പെട്ടിട്ടില്ല. നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട്. ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അതവര് പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ പച്ചയായി പരസ്യമായി നമ്മുടെ സംഘടന അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് സംഘടന കെട്ടുറപ്പിനെ ദുർബലമാക്കുന്ന വിധത്തിൽ പരസ്യമായി മുന്നേക്കുമ്പോൾ ദിവസേന വന്ന് അങ്ങനല്ല ഇങ്ങനല്ല അതൊക്കെ വെറുതെ പറയാണ്, കളവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും? അത്ര ഒരു സാഹചര്യം നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ സൂചിപ്പിച്ചത് മാത്രം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, സുന്നി മഹാപക്ഷം വലിയ മഹാത്മാക്കൾ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരു ഘട്ടത്തിലൊക്കെ, കാരണം കൂട്ടായ പ്രവർത്തനമാണ്. എന്റെ ചെറുപ്പത്തിൽ, നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല, ഞാൻ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ മഹല്ല് ഫെഡറേഷൻ തീരുമാനമാണ്, മഹല്ല് ഖത്തീബും മുദരിസും സദറും കമ്മിറ്റി ഭാരവാഹികളും കൂടി ഓരോ വീട്ടിലും കയറിറങ്ങിയ മഹല്ലില് ഒരു ദിവസം 10 വീട് 15 വീടൊക്കെ പോവുള്ളൂ. ഏതും നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെ അവതരിപ്പിക്കാം. അപ്പൊ നിങ്ങൾ എത്ര ആണുങ്ങൾ ഇന്ന ആൾക്കാർ, നിങ്ങൾ നിസ്കരിക്കാൻ അവിടെ പള്ളിയിൽ വരലില്ല, അവിടെ തൊട്ടടുത്ത പള്ളിയിൽ പോലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങണം. അതിന്റെ ഗൗരവം ഇങ്ങനെയാണ്. ജുമാക്ക് ഏത് പള്ളിയിലാണ് പോകാറുള്ളത്? ഇന്ന പള്ളിയിൽ. അവിടെ ഇനി ജുമാക്ക് വരുന്ന ആളെ അറ്റൻഷൻ ശ്രദ്ധിക്കാൻ സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും മഹലിന്റെ ഈ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വളരെ ഗൗരവത്തിൽ നല്ല ഉപദേശവും കാര്യവും കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ആ വീട്ടിലിരിക്കും. അപ്പൊ ചായയും കടയിൽ കൊടുക്കും, നല്ല സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ പോകും. ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോ അന്ന് എന്റെ സ്വന്തം മഹൽ ജുമായല്ല, ഞാൻ പള്ളിശ്ശേരി മഹല്ല ജുമാക്ക് പോവുക. പിന്നത്തെ വെള്ളിയാഴ്ച പള്ളിശ്ശേരി മഹൽ ജുമാക്ക് ചെന്നപ്പോ പള്ളി നിറച്ച ആൾക്കാർ മാത്രമല്ല, പള്ളിയിലെ ആൾക്കാരെ കൊള്ള പുറത്ത് നിറച്ച ആൾക്കാർ. ആലിമികൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നിട്ട് പുറത്ത് ഒരുപാട് പായകളൊക്കെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിരിച്ചു. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ആൾക്കാർ ലാസ്റ്റ് പള്ളിശ്ശേരി പള്ളി വികസിപ്പിച്ചു. അതേ സമയത്ത് കാളിക പള്ളി വികസിപ്പിച്ചു. ഇതേ പ്രശ്നം, ജുമാക്ക് ആൾക്കാരെ കൊള്ളൂല. മറ്റു സ്ഥലങ്ങൾ പോയി വരുന്ന കുട്ടികളല്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും. ഇത്ര വലിയ മാറ്റം വരുത്തിയ മഹത്തായ അനുഗ്രഹീതമായ സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. അതിന് ആലിമികളെ മൊത്തം വെട്ടിമാറ്റി, സംഘടനാ പ്രതികളെ മൊത്തം വെട്ടിമാറ്റി, വെറും കമ്മിറ്റി ഭാരവാഹികൾ ഒതുക്കി നിർത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന് പകരം സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷനാക്കി മാറ്റിയത് ദുഃഖകരമാണ്. എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ്. ദയാനിധി റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം തെറ്റുകളും അപാകതകളും കൃത്രിമങ്ങളും ഒക്കെ തിരുത്തി പൂർവ്വകാലത്തെന്ന പോലെ ഒറ്റക്കെട്ടായി പരിഹരിച്ച് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തി സമസ്തക്ക് കരുത്ത് പകർന്ന് 100ാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു ദയാനിധി റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിവിടെ കുറ്റിയാടിയിൽ വന്ന് സിറാജുൽ ഹുദ ഉണ്ടാക്കുമ്പോ ആരെയും ചീത്ത പറഞ്ഞിട്ടല്ലല്ലോ സിറാജുൽ ഹുദ ഉണ്ടാക്കിയത്, മറിച്ച് എല്ലാവർക്കും കാര്യം പറഞ്ഞു കൊടുത്തിട്ടാണ്. നമ്മുടെ സുബൈർക്ക് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഉസ്താദ്, നിങ്ങളെ വയലിട്ടിട്ട് ഞങ്ങളൊക്കെ നല്ല സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അല്ലാതെ നമ്മളാരെയും തെറി പറഞ്ഞിട്ടുള്ള അന്നാക്കാൻ കഴിയും. അതിന്റെ ആവശ്യമുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? പരിഹസിക്കാൻ പാടുണ്ടോ? പരിഹാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ തന്നെ പറഞ്ഞ എന്താണ്? അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ എന്ന് പറഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഖുർആൻ പറഞ്ഞു. പരിഹസിക്കാണോ എന്ന് ചോദിച്ച ആൾക്കാർ അപ്പൊ പറഞ്ഞേ, പരിഹസിക്കാതെ തന്നെ അത് വിവരമില്ലാത്തവരുടെ പരിപാടിയാണോ, അതിന് എന്നെ കിട്ടൂല, അള്ളാഹു കാക്കട്ടെ എന്ന്. അപ്പൊ പരിഹാസം, ഇൻസൾട്ടാക്കൽ അത് വിവരമില്ലാത്തവരെ ഏർപ്പാടാണ്. അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ ഹഖായി മനസ്സിലാക്കണം. ഇനി ഞാൻ പറഞ്ഞ ആയത്തിലേക്ക് തന്നെ തിരിക്കട്ടെ. സുഹൃത്തുക്കളെ, മുഹാജിറുകളും ആ മുഹാജിറുകൾ വയൻസുറൂനല്ലാഹ വറസൂല, അള്ളാഹുവിനെയും റസൂലിനെയും അവർ സഹായിക്കുന്നു. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് സത്യവാന്മാർ. സത്യം പറഞ്ഞവരും പറയുന്നവരും സത്യം പുലർത്തിയവരും അവരാണ്. ശേഷം അല്ലാഹു പറയാണ്, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. എന്നാൽ സ്വന്തം നാടും വീടും അവർക്ക് വിട്ടുകൊടുത്ത കക്ഷികളുണ്ടല്ലോ, വല്ലാതെ ഈ മുഹാജിറുകളെ സ്നേഹിച്ചവരുണ്ടല്ലോ, ആ മഹാന്മാർ അവരാണല്ലോ അൻസാരികൾ. ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. അൻസാരികളുടെ സ്വഭാവം എന്താണ്? അവരുടെ മനസ്സിൽ അവരുടെ ആവശ്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അതേ സമയത്ത് മറ്റുള്ളവർക്ക് സഹായിക്കണമെന്ന ചിന്തയാണ്. അവരെ സ്വന്തം ശരീരത്തെക്കാൾ അവർ തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവരെയാണ്. വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് സ്വന്തത്തിൽ ആവശ്യമുണ്ടെങ്കിൽ പോലും ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നവരാണവർ. ആ ലുബ്ധതയില്ലാതെ ചെലവാക്കാനുള്ള മനസ്സ് ലഭിച്ചവരുണ്ടല്ലോ, അവരാണ് നിശ്ചയം വിജയികൾ. അപ്പൊ വലിയ വിജയികളായി അല്ലാഹു പ്രഖ്യാപിച്ച മുഹാജിറുകളും അൻസാരികളും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ എന്തും ചെലവഴിക്കാനും എന്തും ത്യജിക്കാനും സന്നദ്ധരായ സഹാബികൾ. ആ സഹാബികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവരുടെ കാലശേഷം വരുന്ന കക്ഷികൾ, യഖൂലൂന, അവര് പറയുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവർ റബ്ബിനോട് ദുആ ചെയ്യുന്നു, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്,
വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നമ്മളൊക്കെ ആ സഹാബത്തിന്റെ ശേഷം വന്ന ആൾക്കാരല്ലേ? നമ്മൾക്കൊക്കെ ഉണ്ടാകേണ്ട ഒരു അവസ്ഥാവിശേഷം ഖുർആൻ പറയാൻ എന്താണ് വേണ്ടത്? നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാനോടുകൂടെ ഞങ്ങൾക്ക് മുൻകടന്നുപോയ ആളുകളുണ്ടല്ലോ, ഞങ്ങളെ മുൻഗാമികളുണ്ടല്ലോ, അവർക്കും നീ മാപ്പ് കൊടുക്കണം അല്ലാഹ്. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. വിശ്വസിച്ച ഒരാളോടും ഞങ്ങളെ മനസ്സിലൊരു വൈരാഗ്യം തന്നേക്കരുത് അല്ലാഹ്. കഴിഞ്ഞുപോയ ആളുകളോട് മനസ്സിനൊരു വെറുപ്പ്, കഴിഞ്ഞുപോയ ആളുകളോട് മനസ്സിനൊരു വൈരാഗ്യം, അത് ഞങ്ങളെ മനസ്സിൽ തന്നേക്കരുത്. കഴിഞ്ഞുപോയ ആളുകളെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മഹത്വം പറയുകയും അവരുമായി അതാ മനസ്സിൽ എപ്പോഴും അവരോടുള്ള മതിപ്പും ബഹുമാനവും നിലനിർത്തുന്നവരാണ് അങ്ങനെയുള്ള കക്ഷികൾ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളെ റബ്ബേ നീ വലിയ ദയയുള്ളവനാണ്, നീ വലിയ കാരുണ്യം ചെയ്യുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് സഹാബത്തിനെ പിന്തുടർന്ന പിൻഗാമികളെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും മുൻഗാമികളെ വിസ്മരിക്കുക എന്നത് ഈമാനുള്ള ആളുകൾക്ക്, സഹാബത്തിനെ പിന്തുടർന്നവർക്ക് അനുയോജ്യമല്ല. അതിനാൽ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ എപ്പോഴും മുൻഗാമികളെ അനുസ്മരിച്ചുകൊണ്ടേയിരിക്കും, മുൻഗാമികളെ മറന്നുപോല. കാരണം ഖുർആൻ പ്രത്യേകം പറഞ്ഞ ഒരു വിശേഷണമാണ്. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടാത്തവരെല്ലാം ഓരോ കലണ്ടർ വാങ്ങണം. പൈസകൾ എത്ര കൊടുത്തത് പേടിക്കണ്ട. കാരണം ഒരു മാസത്തിൽ ചെലവിന് 90 ലക്ഷം റുപ്യ വേണം. 90 ലക്ഷം പറഞ്ഞ 90,000 അല്ല, ഒരു മാസത്തിലെ ചെലവിന്. അത് ഇവിടുത്തെ മദ്രസക്കും അതുപോലെ മറ്റുള്ള മദ്രസക്കും ഒക്കെ സിറാജുൽ ഹുദയിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് സിറാജുൽ ഹുദയുടെ കീഴിൽ 100-ലധികം പള്ളികൾ, അതുപോലെ 35ഓളം മദ്രസകൾ, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അൽഹംദുലില്ലാഹ് 16,000-ഓളം കുട്ടികൾ, 1060ഓളം സ്റ്റാഫുകൾ, ഇതൊക്കെ സിറാജുൽ ഹുദയുടെ കീഴിലുള്ളതാ. ഇതിനൊക്കെ ചെലവെത്ര വരുമെന്ന് ഞാൻ പറയണോ? അതുകൊണ്ട് നല്ല സംഭാവന കൊടുത്ത് എല്ലാവരും വരെ കണ്ടർ വാങ്ങണം. അത് നല്ല ഭംഗിയിൽ കൊണ്ടുപോയി ചുമര് വലിച്ചു തൂക്കുകയും വേണം. അത് എവിടെയെങ്കിലും പത്തായത്തിനുള്ളിൽ വെക്കാണ്ടാണ്, നല്ല ഭംഗിയിൽ. അത് വലിയ ബർക്കത്താണ്, അതൊരു സന്തോഷമാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഈമാനുള്ള കക്ഷികളുടെ സ്വഭാവമാണ് മുൻഗാമികളെ അനുസ്മരിക്കുക എന്ന്. മുൻഗാമികളിൽ എല്ലാവരും ഒരുപോലെ അല്ല. ഇപ്പൊ ഞാൻ പറയാം, എന്റെ ബാപ്പയെ ഞാൻ അനുസ്മരിക്കുന്നു, പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. ബാപ്പനെ പറ്റി പലപ്പോഴും ഞാൻ ബാപ്പന്റെ ഗുണം പറയും. എന്നെ മണ്ണെണ്ണ വിളക്കും കത്തിച്ചു വെച്ചിട്ട് മുസ്ഹഫ് മുന്നിൽ നിർത്തി ഖുർആൻ പഠിപ്പിച്ചത് എന്റെ ബാപ്പയാണ്. മദ്രസയിൽ മുസ്താബ് അറിവ് തന്നിട്ടുണ്ടെങ്കിലും ക്ലിയർ ആക്കി പഠിപ്പിച്ചതെന്ന് ബാപ്പയാണ്. ആ ബാപ്പനുള്ള കടപ്പാട് തീരൂല. അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കട്ടെ. എന്നെ ദർസിലേക്ക് പറഞ്ഞയച്ചത് എന്റെ ബാപ്പയാണ്. എന്റെ കുടുംബം മുസ്ലിയാമാരെ കുടുംബമല്ല, കച്ചവടക്കാരുടെ കുടുംബമല്ല. പക്ഷെ ബാപ്പയ്ക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് എന്നെ ദർസിൽ പറഞ്ഞേക്കണമെന്ന് തോന്നി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ പരിചയപ്പെടാനും നിങ്ങളൊക്കെ ദുആ കിട്ടാനൊക്കെ കാരണമായത്. അപ്പൊ ബാപ്പയോടുള്ള കടപ്പാട് പറഞ്ഞാൽ തീരൂല. ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തത്തിലല്ലേ അള്ളാഹുവിന്റെ പൊരുത്തം. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചുപോയതൊക്കെ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ പേടുന്നവനി പോകാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഓർക്കണം, എല്ലാവരും ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സംഖ്യ നമ്മുടെ പ്രവർത്തകന്മാരെ സഹായിക്കാൻ, അവർക്ക് പ്രചോദനം നൽകാൻ നല്ല സംഖ്യ കൊടുക്കണം. ബാപ്പ അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നെ പോറ്റി വളർത്തിയ ഉമ്മ അവരെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ അനുസ്മരിക്കാൻ കഴിയൂല. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കലെങ്കിലും അനുസ്മരിക്കുക എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്കൊരു നല്ല മാതൃക കാണിച്ചു തന്നു. അതിന്റെ പേരാണ് ആണ്ടനുസ്മരണം. എപ്പോഴും ഓർമ്മിക്കാനും എപ്പോഴും അവരെ വലിയ ഭക്ഷണം കൊടുക്കാനും എപ്പോഴും അവരെ പറ്റി പറയാനും അവരെ ഫാത്തി ഓതാനും ചിലപ്പോൾ നമ്മളെ പോലത്തെ കഴിയൂല. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കലെങ്കിലും അവരെ അനുസ്മരിക്കാം എന്ന് തീരുമാനിച്ചു. അതാണ് ആണ്ട് കഴിക്കുക എന്ന് പഴയ കാലത്ത് പറയും. ആണ്ടനുസ്മരണം എന്ന് പറയും. ഏതുപോലെ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അതിൽ നമുക്ക് മാതൃകയുണ്ട്. കാന യസൂറു ഖുബൂറ ശുഹദാഇ, ശുഹദാക്കളുടെ ഖബർ അലാ റഅസി കുല്ലി ഹൗലിൻ, കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നബി തങ്ങൾ പ്രത്യേകം സിയാറത്ത് ചെയ്യാറുണ്ട്. അപ്പൊ കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും അവരെ അനുസ്മരിക്കുക, അവരെ ഖബറിങ്കിൽ പോവുക, അതേപോലെ അവരെ പേരിൽ ഖുർആൻ ഓതുക, അവരെ പേരിൽ ദിക്ർ ചൊല്ലുക, അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുക. അത് അവരോടുള്ള സ്നേഹപ്രകടനമാണ്. സ്നേഹിക്കപ്പെടേണ്ടവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണമല്ലോ, ആ സ്നേഹപ്രകടനമാണ്. അത് വലിയ പുണ്യകർമ്മമാണ്, നല്ല കാര്യമാണ്. നല്ല കാര്യം ഞാൻ പറഞ്ഞില്ലേ, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എത്ര സ്ഥലത്താണ് ഖുർആനിൽ ഖൈർ ചെയ്തോ വിജയം കിട്ടുമെന്ന് പറഞ്ഞത്? ആ വിജയമാണ് നേരത്തെ അരിയത്ത് സ്വലാത്തിയിലെ സ്ത്രീക്കും കിട്ടുന്നത്. കാര്യം നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് പറഞ്ഞല്ലേ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയം കൈവരിക്കും, നിങ്ങൾ നല്ല കാര്യം ചെയ്തോളൂ. നബി തങ്ങൾ അവർ സ്വലാത്തി ചൊല്ലിയാൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ എന്താ, ഇദൻ ഫഹം നീ സ്വലാത്ത് വർദ്ധിപ്പിച്ച് സ്വന്തം കാര്യത്തിൽ ദ്വാരക്കുന്നതിന് പകരവും കൂടി നീ സ്വലാത്ത് തന്നെ ചൊല്ലുകയാണെങ്കിൽ നിന്റെ ഏത് പ്രശ്നവും അത് പരിഹരിച്ചു തരും, നിന്റെ ദോഷം പൊറുക്കപ്പെടും എന്നല്ലേ ഹദീസിലുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസ്റ, ഇങ്ങനെ പറഞ്ഞു, മൻ സല്ല അലൈഹി സലാത്തൻ വാഹിദതൻ, ഒരൊറ്റ സലാത്തിന്റെ പേരിൽ ചൊല്ലിയാൽ, ഇന്ന സലാത്ത് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, നബി സലാത്ത് അല്ലാത്ത സലാത്ത് എന്നൊന്നും പറഞ്ഞില്ല, ഏത് സലാത്ത് ചൊല്ലിയാലും അതെ അംഗീകരിക്കപ്പെടാവുന്ന തെറ്റില്ലാത്ത നബി തങ്ങളെ മദ്ഹ് പറയുന്ന ഏത് സലാത്തായിരുന്നാലും ശരി, ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അസ്റ, 10 ഗുണം ചുരുങ്ങിയത് അല്ലാഹു തആല തരും. അപ്പൊ ആ സ്ത്രീ അനുഭവം പറഞ്ഞത് ഹദീസിൽ നബി തങ്ങൾ കൊടുത്ത ഓഫറാണ്. ആ ഓഫർ ശരിക്കും അനുഭവിച്ചു എന്നാണ് ആ സ്ത്രീ പറഞ്ഞതിന്റെ അർത്ഥം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് മുൻകഴിഞ്ഞ ആളുകളെ അനുസ്മരിക്കുക. അങ്ങനെ അനുസ്മരിക്കുമ്പോ നമ്മളുടെ ഹിദായത്തിന്, നമ്മുടെ സന്മാർഗത്തിന് നിമിത്തമായ കുറെ മഹാന്മാരുണ്ട്. അതിൽ മുൻപന്തിയിലുള്ളവരാണ് ബദരീങ്ങൾ. കാരണം ബദരീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് ത്യാഗം സഹിക്കാൻ തുനിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഈമാനിന്റെ വെളിച്ചം നമ്മുടെ മനസ്സിൽ എത്തുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബദരീങ്ങളെ ആണ്ട് നടത്തും, അല്ലേ? ബദരീകളെ ആണ്ട് നടത്തും. കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അവരെ അനുസ്മരിക്കുകയാണ്, അവരെ മദ്ഹ് പറയാണ്, അവരെ പേര് പറയാണ്. നബി തങ്ങൾക്ക് അവരുടെ പേര് പറയൽ വലിയ ഇഷ്ടമാണ്. അതല്ലേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റുബൈ ബിൻത് അഫ്രാഇന്റെ വീട്ടില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണത്തിന് ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾ ബദരീങ്ങളെ വിളിച്ച് പാട്ടുപാടുന്നു. നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ബദർ പാട്ട് പാടുന്നു എന്ന് പറയാം, ബദർമാല പാടുന്നു എന്ന് പറയാം. ബദരീങ്ങളെ വിളിച്ച്, ബുഖാരിയിലെ ഹദീസ് എന്താണ്, യന്തുബിന മൻ ഖുതില മിൻ ആബാഇ യൗമ ബദർ, ബദർ ദിവസത്തിൽ കൊല്ലപ്പെട്ടു പോയ എന്റെ ഉപ്പാപ്പമാരിലുള്ള ശുഹദാക്കൾ, ആ ശുഹദാക്കളെ വിളിച്ചുകൊണ്ട് കുട്ടികൾ പാട്ടുപാടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കയറി വരുന്നു കല്യാണ വീട്ടില്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിനെ കണ്ടപ്പോ ബദരീകളിൽ ഒന്നാമത്തെ വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. റസൂലുള്ളാഹിനെ പുകഴ്ത്തിയിട്ട് വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, കുട്ടികൾ പാടുകയാണ്, ഞങ്ങളിൽ ഒരു മഹാനായ നബിയുണ്ട്, നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ അറിയുന്ന നബിയാണ്. എന്തേ അങ്ങനെ പാടാൻ കാരണം? ഈ കുട്ടികൾക്കറിയാം ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോ സ്ഥലം മാർക്ക് ചെയ്യുകയാണ്, അദാ മസ്റഅ ഫുലാൻ, അദാ മസ്റഅ ഫുലാൻ. നാളെ യുദ്ധം നടന്നാൽ അബൂജഹൽ ഇവിടെ വീണിട്ടാണ് മരിക്കുക, അതെ ഇവിടെ ഉത്ബത്താണ് വീഴുക, ഇവിടെ ശൈബത്താണ് വീഴുക. അങ്ങനെ ഓരോ പ്രമുഖന്മാരും വീണ് മരിക്കുന്ന സ്ഥലം തലേ ദിവസം തന്നെ നബി തങ്ങൾ മാർക്ക് ചെയ്തു വെക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ അവര് വീണ് മരിക്കുകയുമാണ്. അപ്പോൾ സഹാബികൾ അവർക്കറിയാം നബി തങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കാറുണ്ട്, അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അസീമാ. ഓ നബിയെ, തങ്ങൾക്ക് അറിയാത്ത ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അറിയിച്ചു തന്നിട്ടുണ്ട്. അതൊരു പുസ്തകം വായിച്ച് പഠിച്ചതല്ല, അധ്യാപകന്റെ മുമ്പിൽ പോയിരുന്ന് പഠിച്ചതല്ല, അല്ലാഹു ഖൽബിൽ കൊടുക്കുന്ന വിവരമാണ്. ആ വിവരം നബി തങ്ങൾക്കുണ്ടെന്ന് സഹാബികൾക്കറിയാം. അതുകൊണ്ട് ആ മക്കൾ പാടുകയാണ്, ഓ ഫീനാ
നബിയ്യുൻ യഅലമു മാ ഫീ ഗദീ. നാളെ വരുന്ന കാര്യം ഇന്ന് തന്നെ പറയുന്നൊരു നബിയുണ്ട് ഞങ്ങളില്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബി തങ്ങളെ കുട്ടികളോട് പറയുകയാണ്, ഉത്റുകീ ഹാദിഹി വഖൂലി ബില്ലതി തഖൂലീൻ. കുട്ടി, നിങ്ങൾ ഇതുവരെ ചൊല്ലിയത് ബദരീങ്ങളെ വിളിച്ചിട്ടല്ലേ, ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് തന്നെ പാടിക്കോ. അപ്പൊ ബദരീങ്ങളെ വിളിക്കലും ബദരീങ്ങളെ പേര് പറയലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അള്ളാഹുവിനും അത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ബദരീങ്ങളെ പേര് പറയുകയും ബദരീങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യൽ പതിവുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അതേപോലെ നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, അവരാണ് ഇവിടെ കർമ്മശാസ്ത്ര നിയമങ്ങളൊക്കെ ലോകത്തിന് എത്തിച്ചു കൊടുത്തവർ. ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾക്കറിയാം, IPH പ്രസിദ്ധീകരിച്ച ഇസ്ലാം മതം എന്ന പുസ്തകത്തിൽ അബുൽ-അല മൗദൂദി തന്നെ അതാ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെയും ബഹുമാനം ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ആ 4 മദ്ഹബ് സ്വീകരിക്കുന്നവരാണ് ലോക മുസ്ലിമീങ്ങളെന്ന് അദ്ദേഹവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മദ്ഹബ് വേണ്ട എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ഇരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ മദ്ഹബിന്റെ ഇമാമിയങ്ങളെ നമ്മൾ ധാരാളം അനുസ്മരിക്കുന്നു. ഇതുപോലെ മനുഷ്യന്മാർ അഹങ്കാരികളാകരുത്, അസൂയക്കാരാകരുത്. മനുഷ്യന്മാർ വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുന്നവരാകരുത്. അതേ തറവാട്ടിന്റെ പേരിലോ അല്ലാത്തതിന്റെ പേരിലോ മഹിമ പറഞ്ഞ് അഹങ്കരിക്കരുത്. അതേപോലെ മറ്റുള്ളവരെ കുറ്റം പറയരുത്, മറ്റുള്ളവരെ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, പരിഹസിക്കരുത്. ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളൊന്നും മനുഷ്യരുണ്ടാകാൻ പാടില്ല. ഇതുപോലെ പണത്തെ പൂജിച്ച് ഹലാലും ഹറാമും ഇല്ലാതെ സമ്പാദിക്കരുത്. അതുപോലെ മനുഷ്യൻ മദ്യപാനിയാകരുത്, മനുഷ്യൻ വ്യഭിചാരിയാകരുത്, അന്യപെണ്ണിലേക്ക് നോക്കി രസിക്കുന്നവനാകരുത്, അതേപോലെ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യുന്നവനാകരുത്. മനുഷ്യൻ അവന്റെ ജീവിതം പടച്ചവൻ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന നിലക്ക് മനുഷ്യന്റെ ജീവിതം ക്രമീകരിക്കേണ്ടതുണ്ട്. അനാവശ്യ സംസാരം അരുത്, ആവശ്യമുള്ളത് മാത്രം പറയണം, ആവശ്യമില്ലാത്തത് പറയാതിരിക്കണം. അതുപോലെ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഈ ഒരു ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് മനുഷ്യന്റെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കുന്ന, ഹൃദയം ശുദ്ധീകരിച്ചെടുക്കുന്ന ആ വലിയ ഡിപ്പാർട്ട്മെന്റിൽ വലിയ മഹത്വമുള്ളവരായിരുന്നു സഹാബികൾ, അവരുടെ പിൻഗാമികൾ. എന്നാൽ ആ വിഷയത്തിൽ ജനങ്ങൾ വളരെ പിന്നോട്ട് പോയ ചില കാലഘട്ടമുണ്ടായപ്പോൾ അന്ന് ജനങ്ങളെ മനസ്സ് സംസ്കരിക്കാൻ ആവശ്യമായ കൃത്യമായ ഉപദേശങ്ങൾ, കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായ ആക്ടിവിറ്റികൾ എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരിൽ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട വേറൊരു മഹാനാണ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട വേറൊരു മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട വേറൊരു മഹാനാണ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട വേറൊരു മഹാനാണ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട വേറൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ അജ്മീരി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ വലിയ വലിയ മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെയും മുസ്ലിം സമുദായം അനുസ്മരിക്കേണ്ടതുണ്ട്, അവരെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്, അവരെ ഉപദേശം മനസ്സിലാക്കേണ്ടതുണ്ട്, അവരെ പിന്തുടർന്ന് ജീവിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് അള്ളാഹുവിന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നത്. അതിനു വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരിൽ ഈ മാസത്തിൽ ജമാദുൽ അവ്വൽ മാസത്തിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.